കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകി അവരെ സംഘടിത സമൂഹമായി മുന്നോട്ട് നയിച്ചത് സമസ്തയാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരളയാത്രയുടെ ഭാഗമായി ചെർക്കളയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ഗതി നിർണയിച്ചതും ദിശാബോധം നൽകി സംഘടിത സമൂഹമായി അവരെ മുന്നോട്ട് നയിച്ചതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സമസ്തയുടെ ശതാബ്ദി ആഘോഷം മുൻനിർത്തി കേരള മുസ്ലിം ജമായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കേരളയാത്രയുടെ ഭാഗമായി ചെർക്കളയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹവർത്തിത്വത്തിന്റെയും നിർമ്മലമായ ആത്മീയതയുടെയും ഉദാത്ത മാതൃകയായ മാലിക് ദിനാറിന്റെ പൈതൃകമാണ് കാസർഗോഡിന്റെ കരുത്തെന്ന് ഓർമ്മിപ്പിച്ച ഉസ്താദ്, കാസർഗോഡിന്റെ ചരിത്രം മാലിക് ഇബ്നു ദിനാറിന്റെ സ്മരണകളെ കൂടി ഉൾവഹിക്കുന്നതാണെന്നും കൂട്ടിച്ചേർത്തു. ജാതിയും മതവും നമുക്ക് വേണ്ടതല്ല പറഞ്ഞത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ മതം, ഹക്കായ മതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ്. പക്ഷേ മറ്റൊരു മതക്കാരെ ചീത്ത പറയാത്തവരും അവരെ പരസ്യമായി ആക്ഷേപിക്കാത്തവരും ആണ്. നാം ആരെയും ചീത്ത പറയുന്നവർ അല്ല, തെറി പറയുന്നവർ അല്ല. നമ്മുടെ വിശ്വാസം അല്ലാഹു കൽപ്പിച്ച വിശ്വാസമാണ്. അൽ-ഇസ്ലാം. ചെർക്കളയിലെ AM അബ്ദുൽ ഖാദർ മുസ്ലിയാർ നഗറിൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷനായി. സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ജില്ലയിലെ MLA-മാരായ M രാജഗോപാലൻ, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി, ഫാദർ മാത്യു ബേബി മാർത്തോമ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹർഷാദ് വോർക്കാടി, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ, KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ, INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. C മുഹമ്മദ് ഫൈസി, റഹ്മത്തുള്ള സഖാഫി എളമരം എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തി. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി സ്വാഗതവും കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി നന്ദിയും പറഞ്ഞു. പുതുവർഷ പിറവി ദിനത്തിൽ ഉള്ളാളത്തു നിന്നും പ്രയാണം ആരംഭിച്ച കേരളയാത്ര ഡിസംബർ 16-ന് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.